ബംഗാൾ ഉൾക്കടലിൽ കണ്ണുവെച്ച് അമേരിക്ക എത്തുന്നു. ബംഗ്ലാദേശ് ആയിരിക്കുമല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട അമേരിക്കയുടെ പ്രശ്നമുണ്ടാകാൻ പോകുന്ന രാജ്യം. അതിന് പിന്നാലെ മ്യാൻമാർ, ചൈന തുടങ്ങി ഇന്ത്യ വരെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചയക്കപ്പെടും. ശരിക്കും അമേരിക്കയുടെ ലക്ഷ്യം ഇവിടെ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ റെയർ എർത്ത് എന്ന് പറഞ്ഞാൽ ധാതു മൂലകങ്ങളുണ്ടല്ലോ, ഇത് ഏറ്റവും അപൂർവ ധാതുക്കളുടെ ശേഖരമുള്ളത് ചൈനയുടെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ ചൈന എന്ന് പറയുന്ന രാജ്യത്തുണ്ട്. കൂടാതെ ഏതൊക്കെ രാജ്യത്ത് ഇതിൻ്റെ നിക്ഷേപമുണ്ടോ അവിടങ്ങളിലെല്ലാം തന്നെ ചൈന ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവയുടെ മുഴുവൻ കൺട്രോളും ഏതാണ്ട് 90% ചൈനയുടെ കയ്യിലാണെന്ന് പറയാം. അതായത് നമുക്ക് വൈദ്യുതി വാഹനങ്ങൾ നിർമ്മിക്കണമെങ്കിലോ അല്ലെങ്കിൽ അത്യന്താധുനികമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിർമ്മിക്കണമെങ്കിലോ ദൈനംദിനം ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിർമ്മിക്കണമെങ്കിലോ ഒക്കെ തന്നെ ഈ റെയർ എർത്ത്സിൻ്റെ ആവശ്യം വളരെ കൂടും. ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ പല കമ്പനികൾ, ഇപ്പോൾ ബെൻസ് പോലെയുള്ള കമ്പനി അല്ലെ BMW പോലെയുള്ള കമ്പനിക്കൊക്കെ തന്നെ കാർ നിർമ്മാണം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ട്. എന്തുകൊണ്ടാണ്? റെയർ എർത്ത്സ് ആവശ്യത്തിന് കിട്ടാത്തതുകൊണ്ട്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം റെയർ എർത്ത്സ് ഉള്ള മേഖല ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖല, മ്യാൻമർ, അതുപോലെ തന്നെ ചിറ്റഗോങ് മേഖല എന്നിവിടങ്ങളിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കണ്ണു വായിക്കുക എന്നുള്ളത് അമേരിക്കയുടെയും കൂടെ ലക്ഷ്യമാണ്. അപ്പോൾ ചൈന എവിടെയൊക്കെയാണോ ഈ റെയർ എർത്ത്സിൽ ആധിപത്യം സ്ഥാപിച്ചത് അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് അമേരിക്ക പതിയെ കടന്നു വരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ മേഖല, അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖല, ഇവിടെയൊക്കെ ധാരാളം ധാതുക്കളുണ്ട്. ഈ ധാതുക്കൾ ഉള്ളത് കൊണ്ടാണ് ചൈന അവിടെ വൻതോതിൽ നിക്ഷേപം ഇറക്കിയത്. അവിടെ ഗ്വാദർ എന്ന് പറയുന്ന ഒരു തുറമുഖം നിർമ്മിക്കുന്നു, തൊട്ടടുത്തൊരു എയർപോർട്ട് നിർമ്മിക്കുന്നു. ലക്ഷ്യം ധാതുക്കളുടെ ഖനനം തന്നെയാണ്. പക്ഷേ അവിടെയുള്ള ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ച് വിമത പോരാട്ടം നടത്തുന്നു. ചൈനക്കാരെ എവിടെ കണ്ടാലും വെടിവെച്ചു കൊല്ലുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ പറയുന്നു ഈ സ്ഥലം ഇനി അമേരിക്കയ്ക്ക് കൊടുക്കാം. അപ്പോൾ പാട്ടത്തിന് അമേരിക്കയ്ക്ക് കൊടുത്താൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ചൈനയ്ക്ക് കൊടുക്കാം. പക്ഷേ ചൈന ആ മേഖല വിട്ടുകൊടുക്കില്ല. ഇപ്പോഴാണ് മ്യാൻമറിലും ഇത്തരത്തിലുള്ള ധാതുക്കളുടെ വലിയ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ചൈനയ്ക്കാണ് ഈ ബംഗാൾ ഉൾക്കടലിൽ കുറച്ച് സ്വാധീനമൊക്കെ ഉള്ളത്. നമുക്കറിയാം, ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചത് അമേരിക്കയാണ്. ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനമാണ്. പിന്നീട് ഡീപ് സ്റ്റേറ്റിന് സ്വാധീനം കുറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഡീപ് സ്റ്റേറ്റിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഇപ്പോൾ പതിയെ ട്രംപിൻ്റെ മണ്ടത്തരം കൊണ്ട് ഡീപ് സ്റ്റേറ്റ് വീണ്ടും ഈ പവർ പിടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് മ്യാൻമറിലും ഒക്കെ തന്നെ അമേരിക്ക കണ്ണുവെക്കുന്നുണ്ട്. ഇവിടെ ചൈനയ്ക്കും ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം മ്യാൻമറിൻ്റെ ഭരണം നടത്തുന്നത് അവിടുത്തെ ഹുണ്ട എന്ന് പറയുന്ന സൈനിക ഭരണകൂടമാണ്. ഇവർക്കെതിരെ അവിടെ അരക്കൻ ആർമി എന്ന് പറയുന്ന ഒരു വിമോചന സംഘമുണ്ട്. ഈ അരക്കൻ ആർമി ആയുധങ്ങളും എടുത്ത് അവർക്കെതിരെ പോരാടുന്നു. അപ്പോൾ ചില മേഖലകളൊക്കെ, ഇപ്പോൾ രഖൈൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന മേഖല ഏതാണ്ട് അരക്കൻ ആർമിയുടെ കയ്യിലാണ്. ഈ അരക്കൻ ആർമിക്ക് വേണ്ട സഹായം സാമ്പത്തികമായിട്ട്, യൂണിഫോമായിട്ട്, ബാക്കിയുള്ള ആയുധങ്ങളായിട്ടൊക്കെ കൊടുക്കുന്നത് ഇന്ത്യയാണ്, റോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അംഗീകരിക്കുന്നില്ല. എന്തായാലും ചൈനയ്ക്ക് കാലങ്ങളായിട്ട് മ്യാൻമറിലെ സൈനിക ഭരണകൂടവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ മ്യാൻമറിലെ ഈ ധാതുക്കളുടെ നിക്ഷേപത്തെക്കുറിച്ച് കൃത്യമായിട്ട് ചൈനയ്ക്കറിയാം. അവരത് കൃത്യമായിട്ട് കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ചോക്ഫ്യൂ എന്ന് പറയുന്ന ആഴക്കടൽ വഴിയാണ് ഇവരിത് കടത്തുന്നത്. ഇതിന് മ്യാൻമറിൻ്റെ സൈനിക ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് പണം കൊടുത്തോ ആയുധം കൊടുത്തോ അവരെ വശീകരിക്കുന്നതായിരിക്കാം. നിലവിൽ അവിടെയുള്ള അരക്കൻ ആർമി ഇവർക്ക് ഭീഷണിയാണ്. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇന്ത്യ ഇടപെട്ടാൽ അത് വലിയ ഭീഷണിയാകുമെന്ന് ചൈന മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രഖൈൻ പ്രവിശ്യയിലെ സിത്തൈ തുറമുഖം എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്. ഇത് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇന്ത്യ അവിടെ വലിയ നിക്ഷേപമൊക്കെ നടത്തി. എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തുറമുഖം വഴി ഒരു കലദാൻ ഇടനാഴി എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ ഒരു കണക്ടിവിറ്റി പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റാണ്. അപ്പോൾ ഈ കൊൽക്കത്തയിൽ നിന്ന് ആരംഭിച്ച് മിസോറാമിലെ ഐസ്വാൾ വഴി എത്തുന്ന ഒരു വലിയ ഇടനാഴിയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഈ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന മ്യാൻമറിൻ്റെ സൈനിക ഭരണകൂടം ഹുണ്ട, അവരുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. ഒപ്പം ഇപ്പുറത്തുള്ള അരക്കൻ ആർമിയുമായിട്ട് ബന്ധമാണ്. അങ്ങനെ ഇരു കൂട്ടരുമായിട്ട് ബന്ധം നമ്മൾ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് അമേരിക്ക ലക്ഷ്യം വെച്ച് വരുന്നുണ്ട്. കാരണം ധാതുക്കളാണ് ലക്ഷ്യം, അപൂർവ ധാതുക്കൾ. ഇപ്പുറത്ത് ചൈന അമേരിക്ക വരാതിരിക്കാനുള്ള എല്ലാ ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു നിശബ്ദമായ പോരാട്ടം ബംഗാൾ ഉൾക്കടലിനെ കേന്ദ്രീകരിച്ച് നടത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിൽ അല്ലെ ബംഗ്ലാദേശിലൊക്കെ ആധിപത്യം സ്ഥാപിക്കുക എത്രയോ കാലത്തെ അമേരിക്കയുടെ സ്വപ്നമാണ്. ഇപ്പോൾ നമുക്ക് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപ് സ്വന്തമാക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ അമേരിക്ക നടത്തി. ബംഗ്ലാദേശിലെ കുറേ ഭാഗങ്ങളെടുത്ത് ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ ചേർത്ത് മ്യാൻമറിനെയും കൂടെ കൂട്ടി കണക്ട് ചെയ്താൽ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാം. അമേരിക്കൻ താല്പര്യമായിരുന്നു. ഇതവർ പച്ചയ്ക്ക് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ ഷെയ്ഖ് ഹസീനയോട് പറഞ്ഞു. ഇന്ത്യയുടെ കുറച്ച് ഭാഗം കൂടെ നമുക്കെടുക്കാം. ഷെയ്ഖ് ഹസീന അതിനോട് യോജിച്ചില്ല. എന്ന് മാത്രമല്ല ഇന്ത്യൻ ഗവൺമെൻറ്റിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ പദ്ധതി അബോർട്ട് ചെയ്യപ്പെട്ടത്. മുന്നോട്ട് പോകാനേ പറ്റിയില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഇപ്പോഴും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നില്ല. അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന മേഖലയിൽ, അതായത് ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖല ഉണ്ടല്ലോ, ഇവിടെ ഈ മയക്കുമരുന്ന് ലോബിയുടെ
കഞ്ചാവ് ലോബിയുടെയൊക്കെ കേന്ദ്രമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ മേഖലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കലൈതാൻ ഇടനാഴി എന്ന് പറയുന്ന മേഖല സുരക്ഷാ പ്രശ്നങ്ങളാൽ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അപ്പം ഒരു ഇടനാഴി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടാകരുത്. പക്ഷേ കാലങ്ങളായിട്ട് ഇവിടെ അസ്ഥിരതയും നിയമവാഴ്ചയില്ലായ്മയും കൊണ്ട് കുറേ ക്രിമിനൽ സംഘങ്ങൾ, മയക്കുമരുന്ന് മാഫിയ, അതുപോലെ തന്നെ ഈ അക്രമവും കൊള്ളിവെപ്പുമായിട്ട് നടക്കുന്ന കുറേ ടീമുകൾ, ഇവരൊക്കെ മ്യാൻമർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇവർ നിലകൊള്ളുന്നത് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലയിൽ ഉൾപ്പെടെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിറ്റഗോങ് തുറമുഖം, അതുപോലെ കോക്സ് ബസാർ തീരം എന്നിവ വഴി ഈ ഇന്ത്യയുടെ വടക്കിഴക്കൻ അതിർത്തിയിൽ നിന്ന് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ഇത് അമേരിക്ക കണ്ടെത്തി. എന്നിട്ട് അമേരിക്ക പറഞ്ഞു, ഇത്തരത്തിലുള്ള ഡ്രഗ് മാഫിയകളെ അമർച്ച ചെയ്യാൻ ഞങ്ങളുടെ ലക്ഷ്യമാണ്, ഞങ്ങളത് ഞങ്ങളുടെ രാജ്യത്തിന് സമീപത്ത് പലയിടത്തും നടപ്പാക്കുന്നുണ്ട്, അത് ഇവിടെ നടപ്പാക്കും എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലേക്ക്, ഇന്ത്യയിലേക്കൊക്കെ കടന്നു വരാനുള്ള ഒരു മാർഗമുണ്ടാക്കുക, ഇതാണ് ലക്ഷ്യം. ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. പണ്ട് കാലത്ത് ഈ ലാവോസ്, തായ്ലൻഡ്, മ്യാൻമാർ ഒക്കെ എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് സംഘങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു, ഒരു ത്രികോണ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് പുതിയ കാലഘട്ടത്തിൽ ഇപ്പോഴും ആ മയക്കുമരുന്ന് കാർട്ടിലുണ്ട്. ഈ മയക്കുമരുന്നിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഉപയോഗം വേറെ രീതിയിലേക്ക് മാറിയതേ ഉള്ളൂ. ഇന്നിപ്പോൾ മയക്കുമരുന്ന് കേന്ദ്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖലയുണ്ട്, അതുപോലെ തന്നെ മ്യാൻമറിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മേഖല, ഈ മൂന്നിടത്തും മയക്കുമരുന്ന് സംഘങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് അമേരിക്ക കടന്നു കയറും എന്ന് പറഞ്ഞാൽ ആധിപത്യം സ്ഥാപിക്കുക, റെയർ എർത്ത് ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖലയിൽ നിന്നും മ്യാൻമറിൽ നിന്നും ചിറ്റഗോങ്ങിൽ നിന്നുമൊക്കെ കടത്തിക്കൊണ്ടു പോവുക, ഇത് തന്നെയാണ് ലക്ഷ്യം. ഔദ്യോഗികമായിട്ട് അവരത് പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലും ചൈനയുടെ പേരിൽ നിലവിൽ കുറേ അധികം റെയർ എർത്ത് അവിടെ നിന്ന് കടത്തുന്നുണ്ടെന്ന് മ്യാൻമർ ഔദ്യോഗികമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചോക്ഫ്യൂവിൽ നിന്ന് ചൈനയിലെ ഹുവാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുണ്ട്. ഇവിടേക്ക് എണ്ണ, പാചകവാതകങ്ങളൊക്കെ കടത്തിക്കൊണ്ട് വരാനായിട്ട് പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ മലാക്ക കടലെടുക്കുമായി ബന്ധപ്പെട്ട് ചൈന ഒരുപാട് പ്രതിസന്ധി നേരിടുന്നു. ഈ മലാക്ക കടലെടുക്ക് തങ്ങളുടെയാണെന്ന് ചൈന പറയുന്നെങ്കിലും അമേരിക്കൻ പിന്തുണയോടുകൂടി പല രാജ്യങ്ങളും ഇതിനുമേൽ അവകാശവാദം ഉന്നയിച്ചു. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ചൈനയുടെ ആധിപത്യം നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ അതിനൊരു ബദൽ പാത വേണം. അതാണ് ഈ ചോങ്ഫ്യൂ തുറമുഖത്ത് നിന്നുള്ള യുനാൻ പ്രവിശ്യയിലേക്കുള്ള പാത എന്ന് പറയുന്നത്. ഇവിടെ ഈ മേഖലയിൽ അമേരിക്കയുടെ സാന്നിധ്യം കൂടിക്കൂടി വരുന്നത് കൃത്യമായിട്ട് ചൈന മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ സാന്നിധ്യത്തെ ചെറുക്കണം. അതിന് ഈ യുനാൻ മേഖലയിലേക്ക് അല്ലെങ്കിൽ പ്രവിശ്യയിലേക്ക് അവരുടെ സ്വാധീനം കൂട്ടി വരണം. ഒപ്പം ഇന്ത്യ അമേരിക്കയും തമ്മിൽ ബന്ധം ദൃഢമാകരുത്. അത് വന്നാലും ചൈനയ്ക്ക് പാരയാണ്. അതും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും ഈ ചിറ്റഗോങ് മേഖലയിലേക്ക് അമേരിക്ക പട്ടാളത്തെ ഇറക്കിയിട്ട് ചില സൈനിക അഭ്യാസ പ്രകടനം നടത്തി. 4 ദിവസത്തെ അഭ്യാസ പ്രകടനം നടത്തി. ജൂലൈ മാസത്തിലും സമാനമായ അഭ്യാസ പ്രകടനം നടത്തി. കാരണം സിമ്പിളാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കൊരു ആവശ്യം വന്നാൽ ഞങ്ങൾ അവിടെ സൈന്യത്തെ ഇറക്കും. ഇത് ബംഗ്ലാദേശിൽ നേരത്തെ കാണിച്ചു, അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ചു. ഇപ്പം മുഹമ്മദ് യൂൻ സർക്കാർ പാവ സർക്കാരാണ്. അതുകൊണ്ട് ആ സർക്കാരിനെ മുമ്പിൽ നിർത്തി എന്ത് കളിക്കും അമേരിക്കയ്ക്ക് സാധിക്കും. ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഭൗമരാഷ്ട്രീയ കളിക്കാരെന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ അമേരിക്കയും ചൈനയുമാണ്. ഇന്ത്യ ഒരു സൈലൻറ്റ് പ്ലെയറായിട്ട് അവിടെ മാറി നിൽക്കുന്നുണ്ട്. ഇന്ത്യ മെയിൻ കളിക്കാരുടെ കൂട്ടത്തിൽ തന്നെയാണ്, പക്ഷേ സൈലൻ്റാണ്. ഇപ്പുറത്തേക്ക് മാറാൻ മ്യാൻമർ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അരക്കൻ ആർമി, അതുപോലെ തന്നെ രോഹിംഗ്യകൾ, വിഘടനവാദികൾ, ഇവരെല്ലാം കൂടി ചേരുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയുമ്പോഴേക്കും ഈ പറയുന്ന റെയർ എർത്ത്സിൻ്റെ ആധിപത്യം ആരിലേക്ക് എത്തുമെന്നുള്ളത് വ്യക്തമാകും. അപ്പോൾ ചൈനയുടെ റെയർ എർത്ത്സിന് മേലുള്ള ആധിപത്യം തകർക്കാനായിട്ട് അമേരിക്ക പതുക്കെ ബംഗാൾ ഉൾക്കടൽ മേഖലയിലേക്ക്, മ്യാൻമറിലേക്ക്, ചിറ്റഗോങ് മേഖലയിലേക്കൊക്കെ കടന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അനുവദിക്കില്ലെന്ന് ചൈന ഉറപ്പിച്ചു പറയുന്നു. ഒപ്പം ഈ 2 രാജ്യങ്ങളും അവിടെ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഏറ്റവും അധികം റെയർ എർത്ത്സ് ഉണ്ടെന്ന് കണ്ടെത്തുന്ന ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖലയിൽ കൃത്യമായ ആധിപത്യം നമ്മൾ സ്ഥാപിക്കുന്നു. ഈ വിവരം പുറത്തു പോകാതിരിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിൽ കഴിഞ്ഞയാഴ്ച ഒരു ഗൗരവമായ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു, അജിത് ഡോവൽ സുരക്ഷാ ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു, സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ ഉണ്ടായിരുന്നു, കൂടാതെ 3 സൈന്യങ്ങളുടെയും തലവന്മാരുണ്ടായിരുന്നു. ഇവർ ഇവിടെ കൃത്യമായ മീറ്റിംഗ് നടത്തിയിട്ട് പറഞ്ഞു, ഈ കൊൽക്കത്ത മുതൽ ഐസ്വാൾ വരെയുള്ള മേഖല വളരെ തന്ത്രപ്രധാനമാണ്. ഇവിടെ ചില മയക്കുമരുന്ന്, അതുപോലെ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്ന മാഫിയകൾ സജീവമാണ്. അവരെ നിയന്ത്രിക്കാൻ അമേരിക്ക കടന്നു വരും. അതുകൊണ്ട് മേഖലയിൽ തന്ത്രപ്രധാനമായ സുരക്ഷ ഉറപ്പാക്കണം. അപ്പം അമേരിക്കയുടെയും ചൈനയുടെയും കളി ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ റെയർ എർത്ത് തട്ടിയെടുക്കാനായിട്ട് അമേരിക്കയും ചൈനയും തമ്മിൽ
കെട്ടിപ്പിടിക്കുകയോ കടിപിടി കൂടുകയോ ചെയ്തോട്ടെ. പക്ഷേ അത് ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖലയിലൂടെ വന്ന് മ്യാൻമറിലേക്ക് കടന്ന് ചിറ്റഗോങ് മേഖലയിലേക്ക് കടന്നുള്ള നീക്കം വേണ്ട എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ഇന്ത്യൻ ഭരണകൂടം കൃത്യമായിട്ട് ഈ നീക്കത്തിന് തടയിടുന്നു. അപ്പോൾ ബംഗാൾ ഉൾക്കടലിലേക്ക്, മ്യാൻമറിലേക്ക്, അതുപോലെ ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖലയിലേക്ക് അമേരിക്ക കണ്ണുപായിച്ചു വരികയാണെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് അവർ ഇനി കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.